മന്ത്രകോടി ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് പറയാൻ പോകുന്നത് ശീലാവതി. ഇന്ദ്രലോകം കീഴടക്കിയ ഈ ഭയങ്കര മഹിഷി ആരാണ്? അവളുടെ ജന്മോദ്ദേശം എന്താണ്? മഹിഷിയുടെ ജന്മരഹസ്യം തേടി ജന്മപരമ്പരകളിലൂടെ പിന്നോക്കം സഞ്ചരിച്ചാൽ എത്തിച്ചേരുന്നത് സപ്തർഷികളിൽ ഒരാളായ അത്രി മഹർഷിയുടെ പത്നി അനസൂയ ദേവിയിലാണ്. ദേവിയുടെ പാതിവൃത്യ നിഷ്ഠയും തപോബലവും കീർത്തി കേട്ടതാണ്. ഭൂമി മുഴുവനും ഘോര അന്ധകാരത്തിലും കൊടുന്തണുപ്പിലും വിറങ്ങലിച്ച് നശിക്കുമായിരുന്ന ഒരു ഘട്ടത്തിൽ അനസൂയ ദേവി തൻ്റെ തപോബലം കൊണ്ട് ഭൂമിയെ രക്ഷിച്ചു. ആ കഥ ഇങ്ങനെയാണ്. സ്ത്രീജനങ്ങളിൽ ഏറ്റവും മാറ്റുകൂട്ടിയ പതിവ്രതാര രത്നമാണല്ലോ ശീലാവതി. പുരാണങ്ങളിൽ എമ്പാടും തിളങ്ങി നിൽക്കുന്ന ഒരു നക്ഷത്രമാണവൾ. ഭർത്താവിൻ്റെ ഏത് അഭീഷ്ടവും ജീവൻ കൊടുത്തും സാധിക്കുന്നവൾ. ഭർത്താവിൻ്റെ കണ്ണുകൾ കൊണ്ട് കാണുകയും കാതുകൾ കൊണ്ട് കേൾക്കുകയും നാവ് കൊണ്ട് പറയുകയും ചെയ്യുന്നവൾ. ഉഗ്രസ്രവസ് എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ പേര്. ഒരിക്കൽ അദ്ദേഹം മഹാരോഗത്തിന് അടിമയായി. എന്നിട്ടും തീർന്നില്ല ജടില മോഹങ്ങൾ. ഒരു രാത്രി ഉഗ്രസ്രവസ് ഭാര്യയോട് ആവശ്യപ്പെട്ടത് തന്നെ വേശ്യാഗ്രഹത്തിൽ കൊണ്ടുപോകണമെന്നാണ്. ഭർത്താവിൻ്റെ ഇഷ്ടം അതെങ്കിൽ അങ്ങനെ തന്നെ. ശീലാവതി ഭർത്താവിനെ തോളിലേറ്റി ഇഴഞ്ഞും വലിഞ്ഞും നീങ്ങി. അപ്പോഴതാ എതിരെ വരുന്നു മാണ്ഡവ്യ മഹർഷി. ധർമ്മനിഷ്ഠയിൽ അദ്വിതീയൻ. ശീലാവതിയുടെ യാത്രോദ്ദേശമറിഞ്ഞ മാണ്ഡവ്യൻ കോപം കൊണ്ട് ജ്വലിച്ചു. നാളെ സൂര്യോദയത്തിന് മുമ്പ് ഉഗ്രസ്രവസ് മരിക്കട്ടെ മാണ്ഡവ്യൻ ശപിച്ചു. അധർമ്മചാരിയാണ് ഭർത്താവെങ്കിലും അദ്ദേഹത്തിനേറ്റ ശാപം ശീലാവതിയെ ദുഃഖിതയാക്കി. ശീലാവതിയുടെ ചുണ്ടുകളിൽ നിന്നും മറുശാപത്തിൻ്റെ വിത്തുകൾ പൊട്ടി വീണു. എങ്കിൽ നാളെ സൂര്യൻ ഉദിക്കാതെ പോകട്ടെ. ബ്രഹ്മമുഹൂർത്തം കഴിഞ്ഞ് ഉണർന്നു തുടങ്ങിയ പക്ഷികൾ ചിറകുകൾ കുടഞ്ഞു. പൂക്കൾ പ്രഭാതം സ്വപ്നം കണ്ടു കൺമിഴിച്ചു. പക്ഷേ കിഴക്ക് വെള്ള വീശിയില്ല. ഏറെ കഴിഞ്ഞിട്ടും സൂര്യൻ ഉദിച്ചില്ല. ഭൂതലമാകെ കൊടുംഭീതിയിൽ മുങ്ങി. മനുഷ്യവംശം മുഴുവൻ നശിക്കാൻ പോകുന്നു. മേഘങ്ങൾ തിരശീലകൾ നീക്കി. ദേവന്മാർ താഴേക്ക് നോക്കി. ഭൂമിയൊരു മൃതഗോളം പോലെ ഇരുണ്ട് കിടക്കുന്നു. ത്രിമൂർത്തികളും ദേവഗണങ്ങളും ഗാഢമായി ചിന്തിച്ചു. ഒടുവിൽ അവർ അനസൂയ ദേവിയെ സമീപിച്ച് പറഞ്ഞു, ദേവി, മനുഷ്യകുലം നശിക്കാൻ പോകുന്നു. ഭൂമി മരിച്ചു പോകും. ശീലാവതിയെക്കൊണ്ട് ശാപം പിൻവലിപ്പിക്കൂ. അനസൂയ ദേവിക്ക് കാര്യത്തിൻ്റെ ഗൗരവം പിടികിട്ടി. ദേവി ത്രിമൂർത്തികളെയും കൂട്ടി ശീലാവതിയെ സമീപിച്ചു. ദേവിയുടെ അഭീഷ്ടപ്രകാരം ശീലാവതി ശാപം പിൻവലിച്ചു. പെട്ടെന്ന് ഇരുൾ നീങ്ങിപ്പോയി. സൂര്യൻ വൈകി ഉണർന്നു. ത്രിമൂർത്തികൾ സംപ്രീതരായി. ദേവി ഒരു വരം ചോദിച്ചുകൊള്ളൂ. ത്രിമൂർത്തികൾ പറഞ്ഞു. അനസൂയാദേവി ഒരു നിമിഷം ആലോചിച്ച ശേഷം പറഞ്ഞു, ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാർ എൻ്റെ പുത്രന്മാരായി ജനിക്കണം. അപ്രകാരം സംഭവിക്കട്ടെ. വരദാനം നൽകിയ ശേഷം ത്രിമൂർത്തികൾ മാഞ്ഞു. കാലചക്രം മെല്ലെ ഉരുണ്ടുകൊണ്ടിരുന്നു. ത്രിമൂർത്തികളുടെ വരം പൂവണിയുന്ന സമയമെത്തി. അനസൂയാദേവി ദത്തനെ പ്രസവിച്ചു. ദത്തനിൽ ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാരുടെ ചൈതന്യം തുളുമ്പി നിന്നിരുന്നു. ബുദ്ധിയിലും സൗന്ദര്യത്തിലും സൽഗുണങ്ങളിലും ദത്തൻ കീർത്തി നേടി. ദത്തന് അനുരൂപയായ ഒരു പെൺകുടിയും അന്ന് ഭൂമിയിൽ ജന്മമെടുത്തിരുന്നു. സരസ്വതി, ലക്ഷ്മി, പാർവതിമാരുടെ സാന്നിധ്യം ചൈതന്യവും നിറഞ്ഞ മനുഷ്യാവതാരം. അതായിരുന്നു ലീല. ഗാലവ മഹർഷിയുടെ പുത്രി. ദത്തന് ചേർന്ന കന്യക ലീല തന്നെ. അതിൽ ആർക്കും സംശയമില്ലായിരുന്നു. അങ്ങനെ അവർ വിവാഹിതരായി. മന്മഥ കേളിയുടെ മറ്റൊരു ഇതിഹാസം രചിക്കപ്പെടുകയായിരുന്നു. തുടർന്നുള്ള ദിനരാത്രങ്ങളിൽ സർവവും മറന്ന് അവർ സുഖാനുഭവങ്ങളിൽ ലയിച്ചു. കാലം കാൽ കീഴിലൂടെ ഊർന്നു പോകുന്നത് അവർ അറിഞ്ഞതേയില്ല. ഒരു നാളിൽ ദത്തൻ്റെ ഉൾത്തടങ്ങളിൽ ആത്മജ്ഞാനത്തിൻ്റെ ശംഖുപുഷ്പങ്ങൾ കൺമിഴിച്ചു. നശ്വരമായ ഈ ജീവിതത്തിൻ്റെ കേളികൾ മതിയാക്കാം. എനിക്കിനി തപസ്സനുഷ്ഠിക്കണം. ഞാൻ കാട്ടിലേക്ക് പോകുന്നു. ദത്തൻ പറഞ്ഞു. ഇല്ല, ഞാനതിന് സമ്മതിക്കില്ല. എനിക്കിനിയും രമിച്ച് ജീവിക്കണം. ലീല പറഞ്ഞു.
തർക്കം മുറുകി. ദത്തൻ്റെ ഹിതോപദേശങ്ങൾ ലീലയുടെ കാമത്തീയിൽ കത്തിച്ചാമ്പലായി. ഞാൻ അങ്ങയുടെ മഹിഷിയാണ്, എനിക്ക് അങ്ങയുടെ ഒപ്പം ജീവിക്കണം, കാമമോഹിതയായ അവൾ ആവർത്തിച്ചു കൊണ്ടിരുന്നു. മഹിഷി എന്ന വാക്കിൻ്റെ ആവർത്തനങ്ങൾ ദത്തനെ ചുണ്ടിപിടിപ്പിച്ചു. ആ വാക്കിന് രണ്ടർത്ഥമുണ്ട്, രാജ്ഞിയെന്നും എരുമയെന്നും. നീ അസുരവർഗത്തിൽ മഹിഷി രൂപത്തിൽ ജനിക്കട്ടെ, ദത്തൻ ശപിച്ചു. ലീല കോപം കൊണ്ട് ജ്വലിച്ചു. ദത്തൻ്റെ ശാപം ഫലിക്കും, അത് അവൾക്കുറപ്പാണ്. അവൾ തിരിച്ചടിച്ചു. ഞാൻ മഹിഷിയായി ജനിക്കുമ്പോൾ അങ്ങ് മഹിഷമായി ജനിച്ചെന്നോടൊപ്പം പാർക്കാൻ ഇടയാവട്ടെ. അതായിരുന്നു ലീലയുടെ ശാപം. അവളുടെ ശാപവും കുറുക്കിക്കൊള്ളുമെന്ന് ദത്തനറിയാം. ആസുരമായൊരു പുനർജന്മത്തിൻ്റെ ഓർമ്മയിൽ ദത്തൻ കിടിലം കൊണ്ടു.